ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ? ഋഷി ജീവനോടെ ഉണ്ടെന്നോ? അതെ അമ്മേ, ഋഷിക്കൊന്നും സംഭവിച്ചിട്ടില്ല. സ്വന്തം മകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് നാടകം കളിക്കാൻ ഒരമ്മയ്ക്ക് എങ്ങനെയാ പറ്റുന്നേ? ഹരിയേട്ടൻ മുമ്പ് പറഞ്ഞതൊക്കെ ഇപ്പൊ സത്യമായില്ലേ? അതെ, അരുന്ധതി മാഡം ഇവിടെ വന്നതും കരഞ്ഞതും ഭീഷണിപ്പെടുത്തിയതും ഒക്കെ വെറും അഭിനയമായിരുന്നു. അപ്പോ എന്റെ നന്ദനെ മനഃപൂർവ്വം കെണിയിൽപ്പെടുത്തി ആസ്വദിക്കായിരുന്നു അവളും അവളുടെ മകനും. എന്തിനു വേണ്ടിയാ ഇങ്ങനെ ഒരു നാടകം നടത്തിയെന്ന് മാത്രം മനസ്സിലാവാത്ത. സിദ്ധു, ഞാൻ ഇപ്പൊ തന്നെ ആ അരുന്ധതിയെ കാണാൻ പോകുന്നുണ്ട്. സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നേരിട്ടറിയണം. പ്രഭ, അതൊന്നും വേണ്ട. ഞാനൊന്ന് പറയട്ടെ? വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് നേരിട്ട് അരുന്ധതിയോട് കാര്യങ്ങൾ ചോദിക്കണം. അവളുടെ കള്ളത്തരങ്ങളിൽ ലോകത്തെ അറിയിക്കണം. എന്താ ഈ പറയുന്നത്? എത്രയും പെട്ടെന്ന് തന്നെ ഞാനൊരു പത്രസമ്മേളനം വിളിക്കും. ജനങ്ങൾ മുഴുവനും അറിയട്ടെ സത്യം എന്താണെന്നും. പ്രഭ, താൻ എടുത്തിയാട്ടം കാണിച്ച അത് ബാധിക്കാൻ പോകുന്നത് നന്ദനെ തന്നെയാ. ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ വെച്ച് നോക്കിയാ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ ആ കിവനും കൂട്ടരും ഒക്കെ. ഇനി നന്ദനെ കുറിച്ച് അവർക്കെങ്ങനെ ഒരു സൂചന ഉണ്ടെന്നിരിക്കട്ടെ. കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായ അവർ നന്ദനെ അപായപ്പെടുത്തും. ഉറപ്പാ. അതെ അമ്മേ, നേരിട്ട് ചെന്ന് ചോദിക്കലും നേരെ വഴി പോകലും ഒന്നും ഇനി നടക്കില്ല. അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടാവാൻ പോകുന്നില്ല. അവരെങ്ങനെയാണോ നമ്മളോട് കളിച്ചത് അതേ വഴിയിൽ നമ്മളും തിരിച്ച് കളിക്കണം. അവര് വളഞ്ഞ വഴി കൂടെയാണെങ്കിൽ നമ്മളും അതേപോലെ തന്നെ പോണം. നീ എന്താ ഉദ്ദേശിക്കുന്നേ? പറഞ്ഞില്ലേ അമ്മേ, ഒരു കള്ളക്കളി നമ്മളും അങ്ങ് നടത്താൻ പോവാ. പലതും പുറത്തു കൊണ്ടുവരാനും ഇനിയും രഹസ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അറിയാനും നമ്മുടേതായൊരു നീക്കം നടത്തണം. മോളെ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് വിശദമാക്ക്. കൃത്യമായ ഒരു പ്ലാനിലോട്ട് ഞാൻ എത്തിയിട്ടില്ല അച്ഛാ. ശാരികയിൽ നിന്നും കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട്. അതിന് അവളോട് കൂടുതൽ സംസാരിക്കണം. സിദ്ധു, ഇപ്പൊ തന്നെ നമുക്കിതൊക്കെ പോലീസിനെ അറിയിച്ചൂടെ? നമ്മുടെ മോൻ ഒരു കൊലപാതകയാണെന്ന് വരുത്തി തീർത്തതും അവരെല്ലാവരും കൂടി നന്ദനെ ദ്രോഹിച്ചതും നന്ദൻ മോന്റെ മാനസിക നില തെറ്റിച്ചതും ഒക്കെ കാണിച്ച്. അതുകൊണ്ട് കാര്യമില്ല പ്രഭ. ഋഷി മരിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ നന്ദനോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നല്ലോ. ചില സൂചനകൾ കൊടുത്തിട്ട് നന്ദനെ കൊണ്ട് സങ്കല്പിച്ച് അതിലേക്ക് എത്തിച്ചതല്ലേ. ഋഷി മരിച്ചെന്നോ നന്ദൻ കൊന്നെന്നോ അവരാരും പരാതി കൊടുത്തിട്ടില്ല. ഇതൊരു മൈൻഡ് ഗെയിമായിരുന്നു. അതെ അമ്മേ, നന്ദുവിന്റെ മനസ്സിനെ തകർക്കാൻ അവര് സമർത്ഥമായി നടത്തിയ കളിയായിരുന്നു ഇതൊക്കെ.